CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ശക്തമായ ഇടിമിന്നലിൽ ചാവക്കാട് മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൗൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ മുറിയിലെ മേൽക്കൂര തകർന്ന് സിമന്റ് കഷ്ണങ്ങൾ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. ഒരുമനയൂർ കഴുത്താക്കലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ കത്തിനശിച്ചത്. പുലർച്ചെ 3:30 സംഭവം. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ റോഡിലെ ഒനിറോ ജംഗ്ഷനിൽ ശനിയാഴ്ച പുലർച്ചെ 2:30 അപകടമുണ്ടായത്. ബസ്സുകളിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം തടഞ്ഞ് BJP പ്രവർത്തകർ. പോർക്കുളം പഞ്ചായത്തിലെ പാറയമ്പാടം അഗതിയൂർ റോഡ് ടെൻഡറെടുത്ത് 2 വർഷത്തിലധികമായിട്ടും പണി തുടങ്ങാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ കല്ലഴിക്കുന്നിലെ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഗുരുവായൂർ പാലുവായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം റോഡരികിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെയായിരുന്നു സംഭവം. കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSDVയുടെ നേതൃത്വത്തിൽ കരുതിവെക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ മദ്രസാതല ഉദ്ഘാടനം നടത്തി. മന്നലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും തണ്ണീർക്കുടം സമർപ്പണവും നടത്തി. അവധിക്കാലം ആഘോഷിക്കുന്ന കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പഞ്ചായത്തിലെ 100ഓളം വരുന്ന ക്ലബ്ബുകളിലെ ഫുട്ബോൾ പ്രേമികൾക്ക് 100 ഫുട്ബോളുകൾ നൽകുന്ന ചടങ്ങിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പന്ത് വണ്ടിയുടെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി, കൊച്ചി, ഭദ്രാസന ബാലസമാജങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പൈതൃകം തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി അംഗങ്ങൾ ചരിത്രപ്രസിദ്ധമായ ചെറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളി സന്ദർശിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ കുടുംബസംഗമവും സമാദരണ സദസ്സും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ബ്രദറൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. വേലൂർ 9-ാം വാർഡ് വെങ്ങലശ്ശേരിയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒലക്കെങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളാഘോഷം ഭക്തിനിർഭരമായി. എരുമപ്പെട്ടി INTUC യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനാഘോഷവും ചടങ്ങിൽ നടത്തി. വെള്ളത്തേരി ക്ലബ് 48 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള 5 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാണിജ്യ പാചകവാതകത്തിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.